വെൽക്കം ടു വിങ്സ് ലേണിംഗ് സൊല്യൂഷൻ. വിങ്സ് ലേണിംഗ് സൊല്യൂഷന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീരാഗ് ഭക്തപ്രിയം. നമ്മൾ ഈ വീഡിയോയിലൂടെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം +1 അക്കൗണ്ടൻസിയുടെ രണ്ടാമത്തെ അധ്യായമായ തിയറി ബേസ് ഓഫ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ട് മുൻകാല പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനും അതിന്റെ ആൻസറും ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ, ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപേ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടും ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരിട്ട് ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് മുൻകാല പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് മുൻകാല പരീക്ഷയിലെ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിന് മുൻപേ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും 7 അക്കൗണ്ടിംഗ് കോൺസെപ്റ്റുകളെ പറ്റിയിട്ടാണ് ഫോക്കസ് ഏരിയയിൽ കൊടുത്തിട്ടുള്ളത്. 1 ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്, 2 മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്, 3 ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്, 4 അക്കൗണ്ടിംഗ് പീരിയഡ് കൺസെപ്റ്റ്, 5 ഡ്യുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ്, 6 മാച്ചിങ് കൺസെപ്റ്റ്, 7 കൺസർവേറ്റീസം കൺസെപ്റ്റ്. ഇങ്ങനെ ഈ ഫോക്കസ് ഏരിയയിൽ കൊടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട 7 കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനും അതുപോലെ തന്നെ ഫോക്കസ് ഏരിയയിൽ കൊടുക്കാത്ത ഏതാനും ചില ഇമ്പോർട്ടൻ്റ് ആയ കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിങ് കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് മുൻകാല പരീക്ഷയിൽ ചോദിച്ച ക്വസ്റ്റ്യനുകളും അതിൻ്റെ ആൻസറുകളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ട ഒരു പ്രിൻസിപ്പിളാണല്ലോ ഡ്യുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ്. ഈ ഫോക്കസ് ഏരിയയിൽ, ഈ ചാപ്റ്ററിൻ്റെ ഫോക്കസ് ഏരിയയിൽ കൊടുത്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു അക്കൗണ്ടിങ് കോൺസെപ്റ്റാണ് ഡ്യുവൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റ്. ഡ്യുവൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് 2009 മാർച്ച് പബ്ലിക് എക്സാമിനേഷന് 1 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? ഡ്യുവാലിറ്റി ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് അക്കൗണ്ടിങ്. ഡ്യുവാലിറ്റി, എല്ലാ സാമ്പത്തിക ഇടപാടുകൾക്കും 2 ആസ്പെക്റ്റ് ആണുള്ളത്. നമുക്കറിയാം, ഡെബിറ്റും ക്രെഡിറ്റും. അങ്ങനെ ആ ഡ്യുവാലിറ്റി എന്ന് പറയുന്ന അഥവാ ഡ്യുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ് അക്കൗണ്ടിങ്ങിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടൊരു പ്രിൻസിപ്പിളാണ്, ഒരു തത്വമാണ് അഥവാ കൺസെപ്റ്റാണ്. ദ റിസീവിങ് ആസ്പെക്റ്റ് ഓഫ് എ ട്രാൻസാക്ഷൻ ഈസ് കാൾഡ് ഡാഷ്. കിട്ടുന്നതിനെ, ഒരു ട്രാൻസാക്ഷൻ, ഒരു ഇടപാട് നടക്കുമ്പോൾ കിട്ടുന്നതിനെ എന്താണ് വിളിക്കുക? റിസീവിങ് ആസ്പെക്റ്റിനെ എന്താണ് വിളിക്കുക? ഡെബിറ്റ് എന്നാണ് വിളിക്കുക. അപ്പോൾ ദ റിസീവിങ് ആസ്പെക്റ്റ് ഓഫ് എ ട്രാൻസാക്ഷൻ ഈസ് കാൾഡ് ഡാഷ് എന്നുള്ളടത്ത് ഡെബിറ്റ് എന്ന് എഴുതി വെക്കണം. ആൻഡ് ദ ഗിവിങ് ആസ്പെക്റ്റ് ഓഫ് ട്രാൻസാക്ഷൻ ഈസ് കാൾഡ്, കൊടുക്കുന്നതിനെ എന്താണ് വിളിക്കുക? ഗിവിങ് ആസ്പെക്റ്റിനെ, ഒരു ട്രാൻസാക്ഷനിൽ കൊടുക്കുന്നതുണ്ടാവും, കിട്ടുന്നതുണ്ടാവും, കൊടുക്കുന്നതുണ്ടാവും. കൊടുക്കുന്നതിനെ നമ്മൾ എന്താണ് വിളിക്കുക എന്നാണ് ചോദിച്ചത്. ഗിവിങ് ആസ്പെക്റ്റിനെ എന്താണ് വിളിക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഗിവിങ് ആസ്പെക്റ്റിനെ നമ്മൾ ക്രെഡിറ്റ് എന്ന് വിളിക്കുക. കൊടുക്കുന്നതിനെ ക്രെഡിറ്റ് എന്നാണ് പറയുക. കിട്ടുന്നതിനെ ഡെബിറ്റ്, കൊടുക്കുന്നതിനെ ക്രെഡിറ്റ്. റിസീവിങ് ആസ്പെക്റ്റ്, ഒരു ട്രാൻസാക്ഷൻ്റെ റിസീവിങ് ആസ്പെക്റ്റിനെ നമ്മൾ ഡെബിറ്റ് എന്ന് വിളിക്കും. ഗിവിങ് ആസ്പെക്റ്റിനെ നമ്മൾ ക്രെഡിറ്റ് എന്ന് വിളിക്കും. അപ്പോൾ ഇത് 2 എഴുതിയാൽ ഈ ക്വസ്റ്റ്യൻ പ്രകാരമുള്ള 1 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അടുത്ത ക്വസ്റ്റ്യന് 2012 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷന് 2 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. പ്രീമിയർ ലിമിറ്റഡ് സപ്ലൈസ് സ്റ്റേഷനറി ടു ABT ലിമിറ്റഡ് ഓൺ ക്രെഡിറ്റ് അസ്യൂമിങ് ദാറ്റ് ദേ ക്യാൻ റിയലൈസ് ദി എമൗണ്ട് ഇൻ ഫ്യൂച്ചർ പീരിയഡ്. പ്രീമിയർ ലിമിറ്റഡ് എന്ന് പറയുന്ന ബിസിനസ്സുകാർ ABT ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിക്ക് ഉൽപ്പന്നങ്ങൾ, സ്റ്റേഷനറികൾ കടത്തിന് വിൽക്കുകയാണ്. പ്രീമിയർ ലിമിറ്റഡ് ABT ലിമിറ്റഡിന് സ്റ്റേഷനറികൾ കടത്തിന് വിൽപ്പന നടത്തുമ്പോൾ പ്രീമിയർ ലിമിറ്റഡ് വിചാരിക്കുകയാണ്, ഭാവിയിൽ ABT ലിമിറ്റഡ് എനിക്ക് ഈ കടത്തിന് വാങ്ങിക്കൊണ്ടുപോയ സാധനങ്ങളുടെ, സ്റ്റേഷനറികളുടെ തുക എനിക്ക് ഭാവിയിൽ അവർ എനിക്ക് തിരിച്ചു തരും എന്ന് വിചാരിക്കുകയാണ്. ആര്? പ്രീമിയർ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി. നെയിം ദ റെലവൻറ്റ് അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്. ഈ ഒരു ഇടപാടിൽ സൂചിപ്പിച്ചിട്ടുള്ള ഒളിഞ്ഞു കിടക്കുന്ന അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ഏതാണ്? അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ഉദാഹരണത്തിൽ, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഒളിഞ്ഞു കിടക്കുന്ന അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ഏതാണ്? ഗോയിങ് കൺസേൺ കൺസെപ്റ്റാണ്. ഗോയിങ് കൺസേൺ കൺസെപ്റ്റാണ്. കാരണം ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് പ്രകാരം ബിസിനസ് ഇന്ന് തുടങ്ങി നാളെ അവസാനിക്കാനായിട്ടുള്ള ഒന്നല്ല, ഭാവിയിലേക്കുള്ള ഒരു പ്രസ്ഥാനമായിട്ടാണ്
ഒരു നീണ്ട കാലത്തിന്, ബിസിനസ് ഹാവിങ് ഇൻഡിഫിനിറ്റ് പീരിയഡ്, ബിസിനസ്സിന് ഒരു ദീർഘകാലയളവാണുള്ളത് എന്ന് പറയുന്ന അക്കൗണ്ടിങ് കൺസെപ്റ്റാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. അപ്പോൾ പ്രീമിയർ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയും ABT ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയും അക്കൗണ്ടിങ്ങിൽ കാണുന്നത് എന്തായിട്ടാണ്? ദീർഘകാലത്തിനായിട്ടുള്ള ഒരു പ്രസ്ഥാനമായിട്ടാണ്, ഒരു ബിസിനസ് ആയിട്ടാണ് അക്കൗണ്ടിങ്ങിൽ പ്രീമിയർ ലിമിറ്റഡിനെയും ABT ലിമിറ്റഡിനെയും അക്കൗണ്ടിങ്ങിൽ കണക്കാക്കുന്നത്. അപ്പോൾ പ്രീമിയർ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിക്ക് അങ്ങനെ ദീർഘകാലത്തിനായിട്ടുള്ള ഒരു കമ്പനിയാണ് ബിസിനസ്സായിട്ട് അക്കൗണ്ടിങ്ങിൽ പ്രീമിയർ ലിമിറ്റഡിനെ കാണുമ്പോൾ, പ്രീമിയർ ലിമിറ്റഡിന് ABT ലിമിറ്റഡിൻ്റെ കയ്യിൽ നിന്നും ഭാവിയിൽ പൈസ കിട്ടും അങ്ങനെ വിചാരിക്കുന്നത് ഏത് കൺസെപ്റ്റുമായി ബന്ധപ്പെട്ടതാണ്? ഈ ഒരു ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് പ്രകാരമാണ്. കാരണം ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് പ്രകാരമാണ് അക്കൗണ്ടിങ്ങിൽ, ആ ഒരു അക്കൗണ്ടിങ് കോൺസെപ്റ്റിലാണ് ബിസിനസ്സിന് ദീർഘകാലത്തിനായിട്ടുള്ള, ബിസിനസ്സിന് ഒരു ഭാവിയുണ്ട്, ഇന്ന് തുടങ്ങി നാളെ അവസാനിക്കാനുള്ള ഒരു പ്രസ്ഥാനമായിട്ടല്ല, ഫ്യൂച്ചറിനുള്ള ദീർഘകാലത്തിനായിട്ടുള്ള ഒരു പ്രസ്ഥാനമായിട്ടാണ് ഈ ഒരു ഗോയിങ് കൺസേൺ കൺസെപ്റ്റിൽ കാണുന്നത്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഏതാണ്? ഗോയിങ് കൺസേൺ കൺസെപ്റ്റാണ്. അപ്പോൾ ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് മാത്രം എഴുതി വെച്ചാൽ പോരാ, ഗോയിങ് കൺസേൺ കൺസെപ്റ്റിൽ എന്താണെന്ന് പറയുന്നത്, അതിൻ്റെ ആശയം എന്താണെന്ന് എഴുതി വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ പ്രകാരമുള്ള 2 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അടുത്ത ക്വസ്റ്റ്യന് 2012 ഇംപ്രൂവ്മെൻ്റ് എക്സാമിനേഷന് 1 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. മിസ്റ്റർ സുരേഷ് സ്റ്റാർട്ടഡ് എ ബിസിനസ്. സുരേഷ് എന്ന് പറയുന്ന വ്യക്തി ഒരു ബിസിനസ് തുടങ്ങി. ഹി യൂസ്ഡ് ഹിസ് ഹൗസ് ഹോൾഡ് ഫർണിച്ചർ വർത്ത് ₹10,000 ഇൻ ദ ബിസിനസ്. സുരേഷ് അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടായിരുന്ന 10,000 രൂപയുടെ ഫർണിച്ചർ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു. സോ ഹി ഡിസൈഡഡ് നോ ഡിപ്രീസിയേഷൻ നീഡഡ് ടു ബി ചാർജ്ഡ് ഹാസ് ഹി ഡിഡിൻറ്റ് പർച്ചേസ് ദ ഫർണിച്ചർ ഫ്രം ഔട്ട്സൈഡ്. സുരേഷ് ആ 10,000 രൂപയുടെ ഫർണിച്ചർ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വന്നതായതുകൊണ്ട് ആ 10,000 രൂപയുടെ ഫർണിച്ചറിന് ഡിപ്രീസിയേഷൻ, തേയ്മാനം കണക്കാക്കണ്ട എന്ന് തീരുമാനിച്ചു. വെദർ ഹിസ് ഡിസിഷൻ ഈസ് കറക്റ്റ് ഓർ നോട്ട്. ഇങ്ങനെ സുരേഷ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന ഫർണിച്ചർ ആയതുകൊണ്ട് അതിന് ഡിപ്രീസിയേഷൻ കണക്കാക്കണ്ട എന്ന് പറഞ്ഞ തീരുമാനം എടുത്ത സുരേഷിൻ്റെ ആ തീരുമാനം കറക്റ്റാണോ അല്ലയോ, തെറ്റാണോ ശരിയാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സുരേഷ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന ഫർണിച്ചർ ആയതുകൊണ്ട് അദ്ദേഹം ആ 10,000 രൂപയുടെ ഫർണിച്ചർ അതിന് ഡിപ്രീസിയേഷൻ, തേയ്മാനം കണക്കാക്കണ്ടെന്ന് അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹത്തിൻ്റെ ആ തീരുമാനം തെറ്റാണോ ശരിയാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. തെറ്റാണ്, കറക്റ്റല്ല, നോട്ട് കറക്റ്റാണ്. അത് കറക്റ്റല്ല. കാരണം സുരേഷിനെയും ബിസിനസ്സിനെയും രണ്ടായി കാണണം എന്ന് നമ്മൾ ഏത് കൺസെപ്റ്റിൽ പഠിച്ചതാണ്? ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റിൽ പഠിച്ചതാണ്. ബിസിനസ്സിൻ്റെ പ്രൊപ്പറേറ്ററെയും ബിസിനസ്സിനെയും രണ്ടായി കാണണം എന്ന് നമ്മൾ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റിൽ പഠിച്ചതാണ്. സുരേഷ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന ഫർണിച്ചർ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് ആരുടേതായി മാറി? ബിസിനസ്സിൻ്റേതായി മാറി. പിന്നെ സുരേഷിൻ്റെ അല്ലത്. സുരേഷ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഉപയോഗിച്ചിട്ട ഫർണിച്ചർ ആയിക്കോട്ടെ, വീട്ടിൽ ഉപയോഗിക്കുന്ന ഫർണിച്ചർ ആയിക്കോട്ടെ, അത് ബിസിനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് ആരുടെ അസറ്റായി മാറി? ആ 10,000 രൂപയുടെ ഫർണിച്ചർ ആരുടെ അസറ്റായി മാറി? ബിസിനസ്സിൻ്റെ അസറ്റായി മാറി. ആ ഫർണിച്ചർ എന്ന് പറയുന്ന 10,000 രൂപയുടെ അസറ്റ് ബിസിനസ്സിൻ്റെ അസറ്റായി മാറി. അപ്പോൾ അതിന് ഡിപ്രീസിയേഷൻ കാണണം. ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന ഫിക്സഡ് അസറ്റുകൾക്കൊക്കെ ഡിപ്രീസിയേഷൻ കാണണം. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? ഈസ് ഡിസിഷൻ വാസ് നോട്ട് കറക്റ്റ് എന്നാണ് ഇതിൻ്റെ ഉത്തരം. കാരണം ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് പ്രകാരം ബിസിനസ്സിനെയും ബിസിനസ്സിൻ്റെ ഓണറെയും രണ്ടായി കാണണം എന്ന് പഠിച്ചതാണ്. അപ്പോൾ ഇത് എഴുതിയാൽ ഈ ക്വസ്റ്റ്യൻ പ്രകാരമുള്ള 1 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അടുത്ത ക്വസ്റ്റ്യന് 2012 മാർച്ച് പബ്ലിക് എക്സാമിനേഷന് 1 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. A firm purchased pen and paper weight and include these items under the head stationery. ഒരു ബിസിനസ് കുറച്ച് പെന്നും പേപ്പറും മേടിച്ചു. അത് കണക്ക് പുസ്തകത്തിൽ പെന്ന് പേപ്പർ എന്ന് കാണിക്കുന്നതിന് പകരം സ്റ്റേഷനറി എന്ന് പറയുന്ന ഒരൊറ്റ ഹെഡിലാണ് പെന്നും പേപ്പറും മേടിച്ച ചെലവ് സ്റ്റേഷനറി എന്ന് പറയുന്ന ഹെഡിലാണ് കാണിച്ചിട്ടുള്ളത്. ഐഡൻറ്റിഫൈ ദ റെലവൻറ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ. ഇങ്ങനെ പെന്നും പേപ്പറും മേടിച്ചത്, പെന്ന് മേടിച്ചു, പെൻസിൽ പേപ്പർ മേടിച്ചു എന്ന് കാണിക്കുന്നതിന് പകരം സ്റ്റേഷനറി പർച്ചേസ് ചെയ്തു എന്ന് കാണിക്കാനുള്ള അതുമായി ബന്ധപ്പെട്ട് വരുന്ന അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഏതാണ്? ഇങ്ങനെ പെന്നും പേപ്പറും കണക്ക് പുസ്തകത്തിൽ പെന്ന് മേടിച്ചു, പേപ്പർ മേടിച്ചു എന്ന് കാണിക്കുന്നതിന് പകരം സ്റ്റേഷനറി എന്ന് പറയുന്ന ഒറ്റ ഹെഡിൽ കാണിക്കാൻ കാരണമായ
അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഏതാണ്, അക്കൗണ്ടിങ് തത്വം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് അക്കൗണ്ടിങ് തത്വം? നമ്മൾ പഠിച്ചതാണത്, ഫോക്കസ് ഏരിയയിൽ കൊടുത്തിട്ടില്ല. മെറ്റീരിയാലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. മെറ്റീരിയാലിറ്റി എന്താണ്? മെറ്റീരിയാലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റിൽ ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള, അപ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ അക്കൗണ്ടിങ്ങിൽ രേഖപ്പെടുത്തേണ്ടതില്ല. ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള, അപ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ അക്കൗണ്ടിങ്ങിൽ രേഖപ്പെടുത്തേണ്ടതില്ല. സിഗ്നിഫിക്കൻ്റ് ആയ, മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയാൽ മതി. പ്രധാനമുള്ള കാര്യങ്ങൾ മാത്രം അക്കൗണ്ടിങ്ങിൽ രേഖപ്പെടുത്തിയാൽ മതി എന്ന് പറയുന്ന കൺസെപ്റ്റാണ് മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ്. അപ്പോൾ പെന്ന് മേടിച്ചു, പേപ്പർ മേടിച്ചു, അതൊക്കെ അപ്രസക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെ പെന്ന് മേടിച്ചു, പേപ്പർ മേടിച്ചതിന് പകരം സ്റ്റേഷനറി അക്കൗണ്ടിൽ കാണിക്കുന്നതാണ് പ്രസക്തമായത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്? ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഏതാണ്? മെറ്റീരിയാലിറ്റി എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ്, അക്കൗണ്ടിങ് തത്വമാണ്. അപ്പോൾ അത് എഴുതി വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ പ്രകാരമുള്ള 1 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അടുത്ത ക്വസ്റ്റ്യന് 2012 പബ്ലിക് എക്സാമിനേഷന് 3 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഐഡൻറ്റിഫൈ ദി അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഓർ കോൺസെപ്റ്റ് ഇൻവോൾവ്ഡ് ഇൻ ദി ഫോളോയിങ്. താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട് വരുന്ന, പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട് വരുന്ന അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ്, അക്കൗണ്ടിങ് കോൺസെപ്റ്റുകൾ ഏതൊക്കെയാണെന്നാണ് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. 3 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ, മിസ്റ്റർ ശ്രീനാഥ് ദ ഓണർ ഓഫ് ദ ബിസിനസ് ഇൻവെസ്റ്റഡ് ₹10,000 ഇൻ ഹിസ് ബിസിനസ്. ശ്രീനാഥ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിലേക്ക് 10,000 രൂപ നിക്ഷേപിച്ചു, ക്യാപിറ്റൽ കൊണ്ടുവന്നു. ഹി ഈസ് ട്രീറ്റഡ് ആസ് എ ക്രെഡിറ്റർ ഓഫ് ദ ബിസിനസ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് ₹10,000 ആൻഡ് ഹിസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് വിത്ത് ദ എമൗണ്ട്. ശ്രീനാഥ് എന്ന് പറയുന്ന വ്യക്തിയെ ബിസിനസ് ഒരു ക്രെഡിറ്ററായിട്ടാണ് കാണുന്നത്. 10,000 രൂപയുടെ ഒരു ക്രെഡിറ്ററായിട്ടാണ് ബിസിനസ് കാണുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന, ഈ ഓപ്ഷൻ എയുമായി ബന്ധപ്പെട്ട് വരുന്ന അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഏതാണ്, കോൺസെപ്റ്റ് ഏതാണ്? ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റാണ്. ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റിലാണ് പ്രൊപ്പറേറ്ററെ ബിസിനസ് ഒരു ക്രെഡിറ്ററായിട്ട് കാണുന്നത്, ലാബിലിറ്റി ആയിട്ട് കാണുന്നത്, ക്യാപിറ്റലിനെ ഒരു ലാബിലിറ്റി ആയിട്ട് അഥവാ പ്രൊപ്പറേറ്ററെ ഒരു ക്രെഡിറ്ററായിട്ട് കാണുന്നത് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റാണ്. അപ്പോൾ ഓപ്ഷൻ എയുമായി ബന്ധപ്പെട്ട് വരുന്ന അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ അഥവാ കോൺസെപ്റ്റ് ഏതാണ്? ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റാണ്. ഓപ്ഷൻ ബി ഏതാണ്? ആൾ ട്രാൻസാക്ഷൻ ഈസ് റെക്കോർഡഡ് ഇൻ ദി ബുക്ക് ഓഫ് അക്കൗണ്ട്സ് മസ്റ്റ് ഹാവിങ് എ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ഇൻ എവിഡൻസ് ഓഫ് ഇറ്റ്. അക്കൗണ്ടിങ്ങിൽ രേഖപ്പെടുത്തുന്ന എല്ലാ സാമ്പത്തിക ഇടപാടുകൾക്കും ഒരു തെളിവുണ്ടായിരിക്കണം, ഒരു രേഖയുണ്ടായിരിക്കണം, ഒരു ഡോക്യുമെൻ്റ് ഉണ്ടായിരിക്കണം, ഒരു രേഖയുണ്ടായിരിക്കണം എന്ന് പറയുന്ന അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ഏതാണെന്നാണ് ഓപ്ഷൻ ബിയിൽ ചോദിച്ചിട്ടുള്ളത്. അത് ഒബ്ജക്റ്റിവിറ്റി അഥവാ വേരിഫയബിലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്. ഒബ്ജക്റ്റിവിറ്റി അഥവാ വേരിഫയബിലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റിലാണ് അക്കൗണ്ടിങ്ങിൽ രേഖപ്പെടുത്തുന്ന എല്ലാ സാമ്പത്തിക ഇടപാടുകൾക്കും ഒരു തെളിവുണ്ടായിരിക്കണം എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഫോക്കസ് ഏരിയയിൽ കൊടുത്തിട്ടില്ല, എന്നാൽ അത് ഓർത്ത് വയ്ക്കുക. ഓപ്ഷൻ സി, ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ്. ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ മൂല്യം നിർണ്ണയിക്കുന്നത് ഒന്നല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസിലോ അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസിലോ. കോസ്റ്റ് പ്രൈസ് ആണോ മാർക്കറ്റ് പ്രൈസ് ആണോ ഏറ്റവും കുറവ്, അതിൽ ഏറ്റവും കുറവുള്ള ഏതാണോ അതാണ് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ ആയിട്ട് എടുക്കുക. കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ചിലവാക്കിയ തുക. മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിലുള്ള ഉൽപ്പന്നത്തിൻ്റെ വില. നമ്മളൊരു 50 പെന്ന് മേടിച്ചു, 500 രൂപയാണ് നമുക്കത് ചിലവായത്. ആ 50 പെന്നിന് കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ 500 ഉള്ളത് 1000 ആയി. അപ്പോൾ കോസ്റ്റ് പ്രൈസ് 500, മാർക്കറ്റ് പ്രൈസ് 1000. നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക്, ഈ പെന്നിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ 500 ആണോ 1000 ആണ് ഇടേണ്ടത്? 500 ആണ് ഇടേണ്ടത്. കാരണം ഏറ്റവും കുറവ് ഏതാണോ, കോസ്റ്റ് പ്രൈസ് ആണോ മാർക്കറ്റ് പ്രൈസ് ആണോ ഏറ്റവും കുറവ്, അതിൻ്റെ മൂല്യത്തിലാണ് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ ഇടുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഉദാഹരണം പ്രകാരം 50 പെന്ന് എന്ന് പറയുന്ന ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ നമ്മൾ ഇടേണ്ടത് 500 ആണ്. കാരണം 500 ആണ്, കോസ്റ്റ് പ്രൈസ് ആണ് കുറവ്, മാർക്കറ്റ് പ്രൈസ് കൂടുതലാണ്. അപ്പോൾ ഓപ്ഷൻ സിയുടെ ഉത്തരം ഏതാണ്? ഈ ഒരു ഓപ്ഷൻ സിയുമായി ബന്ധപ്പെട്ട് വരുന്ന അക്കൗണ്ടിങ് പ്രിൻസിപ്പിളിന് ഉദാഹരണമാണ് കൺസർവേറ്റിസം. അടുത്തൊരു ക്വസ്റ്റ്യന് 2013 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷന് 2 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. എ ഫേം വാല്യൂഡ് ഇറ്റ്സ് സ്റ്റോക്ക് അറ്റ് എ ഹയർ മാർക്കറ്റ് പ്രൈസ് ദോ ഇറ്റ്സ് കോസ്റ്റ് പ്രൈസ് വാസ് ലോവർ. ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിൻ്റെ സ്റ്റോക്കിൻ്റെ വാല്യൂ മാർക്കറ്റ് പ്രൈസ് ആണ് കണക്കാക്കിയത്. ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ മാർക്കറ്റ് പ്രൈസിൻ്റെ അടിസ്ഥാനത്തിലാണ് കണ്ടെത്തിയത്. ഇവിടെ മാർക്കറ്റ് പ്രൈസ് കൂടുതലാണ്, കോസ്റ്റ് പ്രൈസ് കുറവാണ്. മാർക്കറ്റ് പ്രൈസ് ആണ് കൂടുതൽ, ഈ ഒരു കോസ്റ്റ് പ്രൈസ് കുറവാണ്. ഓപ്ഷൻ എ, ഈസ് ദെയർ എനി
വയലേഷൻ ഓഫ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ. ഇങ്ങനെ ക്ലോസിംഗ് സ്റ്റോക്ക് അഥവാ സ്റ്റോക്കിൻ്റെ മൂല്യം ഇവിടെ മാർക്കറ്റ് പ്രൈസിൽ കണക്കാക്കിയപ്പോൾ ഇതിലെന്തെങ്കിലും വയലേഷൻ അക്കൗണ്ടിങ് പ്രിൻസിപ്പിളിൽ ഇങ്ങനെ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ മാർക്കറ്റ് പ്രൈസിൽ ഉയർന്ന മാർക്കറ്റ് പ്രൈസിൽ കണക്കാക്കിയത് കൊണ്ട് ഏതെങ്കിലും ഒരു അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഇവിടെ ഈ ബിസിനസ് തെറ്റിച്ചിട്ടുണ്ടോ എന്നാണ് ഓപ്ഷൻ എയിൽ ചോദിക്കുന്നത്. ഇവിടെ ഒരു അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ തെറ്റിച്ചിട്ടുണ്ട്. ഏതാണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ? തെറ്റിച്ചിട്ടുണ്ട്, വയലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വയലേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഇവിടെ ഒരു അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ വയലേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് എഴുതി വെക്കേണ്ടത്. ഓപ്ഷൻ ബി, ഐഡൻറ്റിഫൈ ദി അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ. അങ്ങനെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം ഈ ഒരു ബിസിനസ് തെറ്റിച്ചിട്ടുള്ള വയലേറ്റ് ചെയ്തിട്ടുള്ള അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കൺസർവേറ്റിസം എന്ന് പറയുന്ന കൺസർവേറ്റിസം കൺസെപ്റ്റ് എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ്, തത്വമാണ് ഇവിടെ ഈ ഒരു ബിസിനസ് തെറ്റിച്ചിട്ടുള്ളത്. കാരണം കൺസർവേറ്റിസം എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നമ്മൾ പഠിച്ചതാണ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ്. സ്റ്റോക്കിൻ്റെ മൂല്യം നമ്മൾ കണക്കാക്കുന്നത് കോസ്റ്റ് പ്രൈസ് ആണോ മാർക്കറ്റ് പ്രൈസ് ആണോ, ഇതിലേറ്റവും കുറവ് ഏതാണോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സ്റ്റോക്കിൻ്റെ മൂല്യം നിർണ്ണയിക്കുക. ഇവിടെ ഈ ഒരു സ്ഥാപനത്തിൻ്റെ കോസ്റ്റ് പ്രൈസ് ആണ് കുറവ്, മാർക്കറ്റ് പ്രൈസ് കൂടുതലാണ്. പക്ഷേ ഇവർ കോസ്റ്റ് പ്രൈസിലല്ല, യഥാർത്ഥത്തിൽ കോസ്റ്റ് പ്രൈസിലാണ് ഏറ്റവും കുറവ് ഏതാണോ കോസ്റ്റ് പ്രൈസാണ് ഇവിടെ കുറവ്, കോസ്റ്റ് പ്രൈസിലാണ് സ്റ്റോക്കിൻ്റെ മൂല്യം നിർണ്ണയിക്കേണ്ടത്. ഇവർ കോസ്റ്റ് പ്രൈസിൽ സ്റ്റോക്കിൻ്റെ മൂല്യം നിർണ്ണയിക്കുന്നതിന് പകരം മാർക്കറ്റ് പ്രൈസിലാണ് നിശ്ചയിച്ചിട്ടുള്ളത് സ്റ്റോക്കിൻ്റെ മൂല്യം. മാർക്കറ്റ് പ്രൈസാണ് കൂടുതൽ, കോസ്റ്റ് പ്രൈസ് കുറവാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു കൺസർവേറ്റിസം എന്ന് പറയുന്ന അക്കൗണ്ടിങ് പ്രിൻസിപ്പിളാണ് വയലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ ബിയുടെ ഉത്തരം എന്താണ്? കൺസർവേറ്റിസം കൺസെപ്റ്റ് അഥവാ കൺസർവേറ്റിസം പ്രിൻസിപ്പിൾ എന്നാണ്. ഓപ്ഷൻ സി, ഗീവ് ദ മീനിങ് ഓഫ് ദാറ്റ് പ്രിൻസിപ്പിൾ. ഈ കൺസർവേറ്റിസം എന്ന് പറയുന്ന കൺസെപ്റ്റിൻ്റെ മീനിങ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. കൺസർവേറ്റിസം കൺസെപ്റ്റിൽ എന്താ പറയുന്നത്? ആൻറ്റിസിപ്പേറ്റഡ് ലോസ് ക്യാൻ ബി റെക്കോർഡഡ് ബട്ട് ആൻറ്റിസിപ്പേറ്റഡ് പ്രോഫിറ്റ് ഈസ് നോട്ട് റെക്കോർഡഡ്. ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള നഷ്ടസാധ്യതകൾ അക്കൗണ്ടിങ്ങിൽ രേഖപ്പെടുത്താം, പക്ഷേ ലാഭസാധ്യതകൾ നമുക്ക് അക്കൗണ്ടിങ്ങിൽ രേഖപ്പെടുത്താൻ കഴിയില്ല. ആൻറ്റിസിപ്പേറ്റഡ് ലോസ് വേണമെങ്കിൽ നമുക്ക് രേഖപ്പെടുത്താം, ആൻറ്റിസിപ്പേറ്റഡ് പ്രോഫിറ്റ് നമുക്ക് രേഖപ്പെടുത്താൻ കഴിയില്ല എന്ന് പറയുന്ന കൺസെപ്റ്റാണ് കൺസർവേറ്റിസം കൺസെപ്റ്റ്. അപ്പോൾ ഈ 3 ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതി വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ പ്രകാരമുള്ള 2 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അടുത്ത ക്വസ്റ്റ്യന് 2013 മാർച്ച് പബ്ലിക് എക്സാമിനേഷന് 1 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ദ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ റെലവൻറ്റ് ടു ദ ഫോളോയിങ് ഇക്വേഷൻ. താഴെ കൊടുത്തിട്ടുള്ള ഇക്വേഷനുമായി ബന്ധപ്പെട്ട സമവാക്യവുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഏതാണ്, അക്കൗണ്ടിങ് തത്വം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. താഴെ നമുക്കൊരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു റവന്യൂ മൈനസ് എക്സ്പെൻസ്. പ്രോഫിറ്റ് ലാഭം എങ്ങനെ കണ്ടെത്തുക? റവന്യൂ അഥവാ ഇൻകത്തുനിന്ന് വരുമാനത്തുനിന്ന് എക്സ്പെൻസ് ചെലവ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും, ലാഭം കിട്ടും. പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു റവന്യൂ മൈനസ് എക്സ്പെൻസ്. റവന്യൂന്ന് വരുമാനത്തുനിന്ന് ഇൻകത്തുനിന്ന് എക്സ്പെൻസ് കുറച്ചാൽ ചെലവ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. അതായത് പ്രോഫിറ്റ് നമ്മൾ ലാഭം കണ്ടെത്തണമെങ്കിൽ എന്തുമായി മാച്ച് ചെയ്ത് നോക്കണം? റവന്യൂ എക്സ്പെൻസുമായി മാച്ച് ചെയ്ത് നോക്കണം. ഒരു സ്ഥാപനത്തിൻ്റെ ഒരു ബിസിനസ്സിൻ്റെ ലാഭം നമുക്ക് കണ്ടെത്തണമെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ ഇൻകവും എക്സ്പെൻസും വരുമാനവും ചെലവും തമ്മിൽ എക്സ്പെൻസും തമ്മിൽ മാച്ച് ചെയ്ത് നോക്കണം, താരതമ്യം ചെയ്ത് നോക്കണം, മുട്ടിച്ച് നോക്കണം. അപ്പോഴേ നമുക്ക് പ്രോഫിറ്റ് കിട്ടുക, ലാഭം കിട്ടുക. ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന അക്കൗണ്ടിങ് കൺസെപ്റ്റ് ഏതാണ് അഥവാ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. താഴെ നമുക്ക് 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ റവന്യൂ റിയലൈസേഷൻ പ്രിൻസിപ്പിൾ, ഓപ്ഷൻ ബി മാച്ചിങ് പ്രിൻസിപ്പിൾ, ഓപ്ഷൻ സി ഒബ്ജക്റ്റിവിറ്റി പ്രിൻസിപ്പിൾ, ഓപ്ഷൻ ഡി കോസ്റ്റ് പ്രിൻസിപ്പിൾ. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഏതാണ്? മാച്ച് ചെയ്ത് നോക്കണം. നമുക്കറിയാം പ്രോഫിറ്റ് കണ്ടെത്താൻ, ലാഭം കണ്ടെത്താൻ റവന്യൂ അഥവാ ഇൻകവും എക്സ്പെൻസും വരുമാനവും ചെലവും തമ്മിൽ മാച്ച് ചെയ്യണം. അപ്പോൾ അത് ഏത് കൺസെപ്റ്റുമായി ബന്ധപ്പെട്ടതാണ്, ഏത് പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ടതാണ്? മാച്ചിങ് പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി മാച്ചിങ് പ്രിൻസിപ്പിളാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യന് 2013 മാർച്ച് പബ്ലിക് എക്സാമിനേഷന് 2 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. എ ഫേം ഡിസൈഡഡ് ടു മേക്ക് provision for doubtful debt at a 10% on debtors for the year 2012 to 13. ഒരു സ്ഥാപനം ആ സ്ഥാപനത്തിൻ്റെ 2012-2013 സാമ്പത്തിക വർഷത്തിലെ ഡെപ്റ്റേഴ്സിൻ്റെ മുകളിൽ 10% പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ അവർ ഡിസൈഡ് ചെയ്തു.
അതായത് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ ചില ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ തരാനുള്ള ആൾക്കാരാണ്. ആരാണോ ഒരു ബിസിനസ്സിന് പൈസ തരാനുള്ളത് അവരെയാണ് നമ്മൾ ഡെപ്റ്റേഴ്സ് എന്ന് പറയുക. ചില ആൾക്കാർക്ക് നമ്മൾ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർ നമുക്ക് പൈസ തരാനുള്ള ആൾക്കാർ നമുക്ക് പൈസ തരില്ല. അപ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന നഷ്ടം, ആൻറ്റിസിപ്പേറ്റഡ് ലോസ് നികത്താൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന തയ്യാറാക്കുന്ന ഒരു പ്രൊവിഷനെയാണ് നമ്മൾ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് എന്ന് പറയുന്നത്. നെയിം ദ റെലവൻറ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ അപ്ലൈഡ് ഹിയർ ആൻഡ് എക്സ്പ്ലെയിൻ. ഈ ഒരു ഡെപ്റ്റേഴ്സിൻ്റെ മുകളിൽ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് 10% ആ പ്രൊവിഷൻ, ആ നീക്കിയിരിപ്പ് ഉണ്ടാക്കാനുള്ള കാരണമായ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഏതാണ്, അതിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡെപ്റ്റേഴ്സിൻ്റെ മുകളിൽ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് 10% ക്രിയേറ്റ് ചെയ്യാൻ, ആ പ്രൊവിഷൻ ഉണ്ടാക്കാൻ കാരണമായ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഏതാണ്? ആൻറ്റിസിപ്പേറ്റഡ് ലോസ് ആണല്ലോ ഈ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്. ആ ആൻറ്റിസിപ്പേറ്റഡ് ലോസിന് ഒരു പ്രൊവിഷൻ ഉണ്ടാക്കാൻ കാരണമായ ഏത് പ്രിൻസിപ്പിളാണുള്ളത്? കൺസർവേറ്റിസം എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് അഥവാ പ്രിൻസിപ്പിളാണ്. കാരണം കൺസർവേറ്റിസം കൺസെപ്റ്റിലാണ് ആൻറ്റിസിപ്പേറ്റഡ് ലോസിനെ പറ്റിയിട്ടൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കൺസർവേറ്റിസം കൺസെപ്റ്റാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. കൺസർവേറ്റിസം കൺസെപ്റ്റ് എന്ന് എഴുതി വെച്ചാൽ പോരാ, എന്താണ് കൺസർവേറ്റിസം കൺസെപ്റ്റ്, എന്താണ് കൺസർവേറ്റിസം കൺസെപ്റ്റിൽ പറയുന്നത്, അതിൻ്റെ ആശയം എന്താണെന്നും കൂടി എഴുതി വെക്കണം. എന്താണ് കൺസർവേറ്റിസം കൺസെപ്റ്റിൽ പറയുന്നത്? ആൻറ്റിസിപ്പേറ്റഡ് ലോസ് നമുക്ക് രേഖപ്പെടുത്താം, ആൻറ്റിസിപ്പേറ്റഡ് പ്രോഫിറ്റ് നമുക്ക് രേഖപ്പെടുത്താൻ കഴിയില്ല. ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള നഷ്ടസാധ്യതകൾ വേണമെങ്കിൽ അക്കൗണ്ടിങ്ങിൽ രേഖപ്പെടുത്താം, ലാഭസാധ്യതകൾ അക്കൗണ്ടിങ്ങിൽ രേഖപ്പെടുത്താൻ കഴിയില്ല. ആൻറ്റിസിപ്പേറ്റഡ് ലോസ് നമുക്ക് റെക്കോർഡ് ചെയ്യാം, ആൻറ്റിസിപ്പേറ്റഡ് പ്രോഫിറ്റ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ കഴിയില്ല. ഈ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് എന്ന് പറയുന്നത് ആൻറ്റിസിപ്പേറ്റഡ് ലോസ് ആണ്, അത് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യന് 2013 മാർച്ച് പബ്ലിക് എക്സാമിനേഷന് 1 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. Transactions relating to qualitative aspect of business are not recorded because of dash. ഏത് കൺസെപ്റ്റ് പ്രകാരമാണ്, ഏത് പ്രിൻസിപ്പിൾ പ്രകാരമാണ്, ഏത് തത്വപ്രകാരമാണ് ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റ്, ഗുണനാത്മകമായ കാര്യങ്ങൾ, പണത്തിൻ്റെ മൂല്യത്തിൽ പ്രകടിപ്പിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ, അതിനെയാണ് നമ്മൾ ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റ് എന്ന് പറയുക. പണത്തിൻ്റെ മൂല്യത്തിൽ പ്രകടിപ്പിക്കാൻ കഴിയാത്ത, പണത്തിൻ്റെ മൂല്യത്തിൽ അവതരിപ്പിക്കാൻ കഴിയാത്ത കാര്യങ്ങളെയാണ് നമ്മൾ ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റ് എന്ന് പറയുക. ഉദാഹരണം, ക്വാളിറ്റി ഓഫ് മാനേജർ, മാനേജറുടെ ഗുണം, ഒരു മാനേജറുടെ, ഒരു ബിസിനസ്സിലുള്ള മാനേജറുടെ ക്വാളിറ്റി, അതുപോലെ തന്നെ ഹോണസ്റ്റി, സത്യസന്ധത, ഇതിനൊക്കെയാണ് നമ്മൾ ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റ് എന്ന് പറയുക. ഇതൊന്നും നമുക്ക് പണത്തിൻ്റെ മൂല്യത്തിൽ പ്രകടിപ്പിക്കാൻ കഴിയില്ല. ഇത്തരത്തിലുള്ള ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റ് ഏത് കൺസെപ്റ്റ് പ്രകാരമാണ് അക്കൗണ്ടിങ്ങിൽ രേഖപ്പെടുത്താൻ പറ്റാത്തത് എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്, ഓപ്ഷൻ ബി എൻറ്റിറ്റി കൺസെപ്റ്റ് അഥവാ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്, ഓപ്ഷൻ സി അക്രൂവൽ കൺസെപ്റ്റ്, ഓപ്ഷൻ ഡി കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ. ഏത് തത്വപ്രകാരമാണ് ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റ് റെക്കോർഡ് ചെയ്യാത്തത്? മണി മെഷർമെൻറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഓപ്ഷൻ എ മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ് പ്രകാരമാണ് അക്കൗണ്ടിങ്ങിൽ ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റ് റെക്കോർഡ് ചെയ്യാൻ കഴിയാത്തത്. മണി മെഷർമെൻറ്റ് കൺസെപ്റ്റിൽ പറയുന്നുണ്ട് ട്രാൻസാക്ഷൻ ഹാവിങ് മണി ഓർ മണീസ് വർത്ത്, പണമോ അല്ലെങ്കിൽ പണത്തിൻ്റെ മൂല്യമുള്ള ഇടപാടുകൾ മാത്രമേ അക്കൗണ്ടിങ്ങിൽ രേഖപ്പെടുത്തുന്നുള്ളൂ. നോൺ മോണിറ്ററി ട്രാൻസാക്ഷൻ ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റ്, പണത്തിൻ്റെ മൂല്യത്തിൽ പ്രകടിപ്പിക്കാൻ കഴിയാത്ത ഇടപാടുകളൊന്നും അക്കൗണ്ടിങ്ങിൽ രേഖപ്പെടുത്തേണ്ടതില്ല എന്ന് പറയുന്നത് മണി മെഷർമെൻറ്റ് കൺസെപ്റ്റിലാണ്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ മണി മെഷർമെൻറ്റ് കൺസെപ്റ്റാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യന് 2014 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷന് 3 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ന്യൂട്ടൺസ് സയൻറ്റിഫിക് തിയറി ടെൽസ് ദാറ്റ് എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ന്യൂട്ടൻ്റെ തിയറിയിൽ പറയുന്നുണ്ട് എല്ലാ പ്രവൃത്തികൾക്കും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. എവറി ആക്ഷൻ ആസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. എല്ലാ പ്രവൃത്തികൾക്കും തുല്യമായതും ഓപ്പോസിറ്റ് ആയതുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടാകും എന്ന് പറയുന്ന ന്യൂട്ടൻ്റെ സയൻറ്റിഫിക് തിയറിയിൽ പറയുന്നുണ്ട്. ഓപ്ഷൻ എ ഐഡൻറ്റിഫൈ ദി അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ വിച്ച് ഈസ് ആൾമോസ്റ്റ് സിമിലർ ടു ദിസ് തിയറി. ന്യൂട്ടൻ്റെ ഈ ഒരു സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് വരുന്ന, അതുമായി സിമിലർ ആയിട്ടുള്ള, അതുമായി ബന്ധപ്പെട്ട് വരുന്ന അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എല്ലാ പ്രവൃത്തികൾക്കും ഒരു ഈക്വൽ ആയിട്ടുള്ള, ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ഉണ്ടായിരിക്കും. എല്ലാ ആക്ഷനും ഒരു ഈക്വലും ഓപ്പോസിറ്റുമായ റിയാക്ഷൻ ഉണ്ടായിരിക്കും. അതുമായി ബന്ധപ്പെട്ട് വരുന്ന അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഏതാണ്?
ഡ്യുവൽ ആസ്പെക്റ്റ് അഥവാ ഡ്യുവാലിറ്റി കൺസെപ്റ്റ് അഥവാ ഡ്യുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ്. കാരണം ഡ്യുവാലിറ്റി അഥവാ ഡ്യുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റിൽ പറയുന്നുണ്ട് എല്ലാ ട്രാൻസാക്ഷനും 2 ആസ്പെക്റ്റ് ആണുള്ളത്. ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ സാമ്പത്തിക ഇടപാടുകൾക്കും 2 ആസ്പെക്റ്റ് ഉണ്ടായിരിക്കും. ഡെബിറ്റ് ആസ്പെക്റ്റ്, ക്രെഡിറ്റ് ആസ്പെക്റ്റ്. ഡെബിറ്റ് ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഓപ്ഷൻ എയുടെ ഉത്തരം എന്താണ്? ഡ്യുവാലിറ്റി കൺസെപ്റ്റ് അഥവാ ഡ്യുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ് ആണ്. ഓപ്ഷൻ ബി, എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾ ബൈ സൈറ്റിംഗ് ആൻ എക്സാമ്പിൾ. ഒരു ഉദാഹരണം വെച്ചുകൊണ്ട് ആ ഒരു പ്രിൻസിപ്പിളിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡ്യുവാലിറ്റി കൺസെപ്റ്റിനെ ഒരു ഉദാഹരണ സഹിതം ഒരു ട്രാൻസാക്ഷൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഇടപാട് നമ്മൾ വിശകലനം ചെയ്തിട്ട് ഡ്യുവാലിറ്റി കൺസെപ്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഉദാഹരണം, നമ്മൾ ക്യാഷ് ഡെപ്പോസിറ്റ് ഇൻ ടു ബാങ്ക് ₹5,000 ബാങ്കിലേക്ക് 5,000 രൂപ നിക്ഷേപിച്ചു. ഈ ഒരു ട്രാൻസാക്ഷനിൽ 2 ആസ്പെക്റ്റ് ആണുള്ളത്. ഡെബിറ്റ് ആസ്പെക്റ്റ് ഉണ്ട്, ക്രെഡിറ്റ് ആസ്പെക്റ്റ് ഉണ്ട്. നമ്മൾ ബാങ്കിലേക്ക് 5,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ബാങ്കിന് പൈസ കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റിസീവ് ചെയ്യുന്നത് ആരാണ്? ബാങ്കാണ്. റിസീവിങ് ആസ്പെക്റ്റിനെ നമ്മൾ ഡെബിറ്റ് എന്ന് പറയാം. അപ്പോൾ ഡെബിറ്റ് ബാങ്കാണ്. നമ്മൾ എന്താണ് ഗീവ് ചെയ്യുന്നത്, എന്താണ് കൊടുക്കുന്നത്? ക്യാഷാണ്. ഗിവിങ് ആസ്പെക്റ്റിനെ നമ്മൾ ക്രെഡിറ്റ് എന്നാണ് പറയുക. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ 5,000 ടു ക്യാഷ് അക്കൗണ്ട് 5,000. അപ്പോൾ ഈ ഒരു ഉദാഹരണ സഹിതം കൂടി ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരമായിട്ട് എഴുതി വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ പ്രകാരമുള്ള 3 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അടുത്ത ക്വസ്റ്റ്യന് 2014 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷന് 1 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ദ പോളിസി ഓഫ് ആൻറ്റിസിപ്പേറ്റിംഗ് നോ പ്രോഫിറ്റ് ആൻഡ് പ്രൊവൈഡിംഗ് ഫോർ ആൾ പോസിബിൾ ലോസസ് അറൈസസ് ഡ്യൂ ടു ദ കൺവെൻഷൻ ഓഫ് ഡാഷ്. ഏത് കൺവെൻഷൻ അഥവാ ഏത് കൺസെപ്റ്റ്, ഏത് തത്വപ്രകാരമാണ് ആൻറ്റിസിപ്പേറ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്താതെയും ആൻറ്റിസിപ്പേറ്റ് ലോസ് നമ്മൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്നത്? ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ലാഭം നമ്മൾ അക്കൗണ്ടിങ്ങിൽ രേഖപ്പെടുത്താതിരിക്കുന്നതും ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള നഷ്ടങ്ങൾ ആൻറ്റിസിപ്പേറ്റഡ് പ്രോഫിറ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യാതിരിക്കുകയും ആൻറ്റിസിപ്പേറ്റഡ് ലോസ് നമ്മൾ അക്കൗണ്ടിങ്ങിൽ രേഖപ്പെടുത്തുകയും ചെയ്യുന്നത് ഏത് കൺവെൻഷൻ്റെ, ഏത് കൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ മാച്ചിങ്, ഓപ്ഷൻ ബി കൺസർവേറ്റിസം, ഓപ്ഷൻ സി ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്, ഓപ്ഷൻ ഡി കൺസിസ്റ്റൻസി. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, കൺസർവേറ്റിസമാണ്. കൺസർവേറ്റിസം കൺവെൻഷനാണ് അഥവാ കൺസർവേറ്റിസം കൺസെപ്റ്റാണ്. കാരണം കൺസർവേറ്റിസം എന്ന് പറയുന്ന കൺസെപ്റ്റിലാണ് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്താതിരിക്കുകയും ആൻറ്റിസിപ്പേറ്റ് ലോസ് രേഖപ്പെടുത്തണം, അക്കൗണ്ടിങ്ങിൽ രേഖപ്പെടുത്തണം എന്ന് പറയുന്നത് കൺസർവേറ്റിസം എന്ന് പറയുന്ന കൺസെപ്റ്റിലാണ്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, കൺസർവേറ്റിസമാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യന് 2014 മാർച്ച് പബ്ലിക് എക്സാമിനേഷന് 1 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പ്രിൻസിപ്പിൾ ഓഫ് അക്കൗണ്ടിങ് ഹെൽപ്പ് ടു ഇക്വേറ്റ് അസെറ്റ് ഓഫ് എ ഫേം വിത്ത് ഇറ്റ്സ് ലാബിലിറ്റി. ഒരു സ്ഥാപനത്തിൻ്റെ അസെറ്റ് ആ സ്ഥാപനത്തിൻ്റെ ലാബിലിറ്റിക്ക്, ക്യാപിറ്റൽ പ്ലസ് ലാബിലിറ്റിക്ക് ഈക്വൽ ആണ് എന്ന് പറയുന്നത് ഏത് പ്രിൻസിപ്പിളിലാണ്, ഏത് തത്വത്തിലാണ്, ഏത് കൺസെപ്റ്റിലാണ് ബിസിനസ്സിൻ്റെ അസറ്റ് ആ ബിസിനസ്സിൻ്റെ ലാബിലിറ്റിക്ക്, ക്യാപിറ്റൽ ഉൾപ്പെടുന്ന ലാബിലിറ്റിക്ക് തുല്യമാണെന്ന് പറയുന്നത് ഏത് കൺസെപ്റ്റിലാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് പ്രിൻസിപ്പിൾ ആണ് ചോദിച്ചിട്ടുള്ളത് എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ ഫുൾ ഡിസ്ക്ലോഷർ, ഓപ്ഷൻ ബി ഡ്യുവാലിറ്റി പ്രിൻസിപ്പിൾ, ഓപ്ഷൻ സി മാച്ചിങ് പ്രിൻസിപ്പിൾ, ഓപ്ഷൻ ഡി കോസ്റ്റ് പ്രിൻസിപ്പിൾ. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഡ്യുവാലിറ്റി പ്രിൻസിപ്പിൾ ആണ്. കാരണം ഡ്യുവാലിറ്റി പ്രിൻസിപ്പിൾ അഥവാ ഡ്യുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റിലാണ് അസെറ്റ് ഈസ് ഈക്വൽ ടു ലാബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. ഒരു ബിസിനസ്സിൻ്റെ അസെറ്റ് എന്ന് പറയുന്നത് ആ ബിസിനസ്സിൻ്റെ ലാബിലിറ്റിക്കും ക്യാപിറ്റലിനും തുല്യമാണ്. ഒരു ബിസിനസ്സിൻ്റെ ആസ്തി ആ ബിസിനസ്സിൻ്റെ ബാധ്യതയ്ക്കും മൂലധനത്തിനും തുല്യമാണെന്ന് പറയുന്നത് ഡ്യുവാലിറ്റി കൺസെപ്റ്റിലാണ് അഥവാ ഡ്യുവാലിറ്റി പ്രിൻസിപ്പിളിലാണ്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി, ഡ്യുവാലിറ്റി പ്രിൻസിപ്പിളാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യന് 2016 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷന് 3 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. സ്റ്റേറ്റ് ദ റെലവൻറ്റ് പ്രിൻസിപ്പിൾ ഓർ കോൺസെപ്റ്റ്. താഴെ നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ആ പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട് വരുന്ന അക്കൗണ്ടിങ് പ്രിൻസിപ്പിളുകൾ ഏതൊക്കെയാണ്, കോൺസെപ്റ്റുകൾ ഏതൊക്കെയാണ്, അക്കൗണ്ടിങ് തത്വങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഓണർ ആൻഡ് ബിസിനസ് ഹാവ് സെപ്പറേറ്റ് എക്സിസ്റ്റൻസ്. ബിസിനസ്സിൻ്റെ ഓണറെയും
ബിസിനസ്സിനെയും അക്കൗണ്ടിങ്ങിൽ രണ്ടായാണ് കാണുന്നത്. അത് ഏത് കൺസെപ്റ്റ് പ്രകാരമാണ്? ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് പ്രകാരമാണ്. അതാണ് ആ ചോദ്യത്തിന് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? റെക്കോർഡിംഗ് മോണിറ്ററി വാല്യൂ ഓൺലി. അക്കൗണ്ടിങ്ങിൽ പണപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ രേഖപ്പെടുത്തുന്നുള്ളൂ. അതുമായി ബന്ധപ്പെട്ട് വരുന്ന അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഏതാണ്? മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ് എന്നാണ് ആ ഒരു രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ? ബിസിനസ് ഹാസ് ഗോട്ട് ഇൻഡിഫിനിറ്റ് ലൈഫ്. അക്കൗണ്ടിങ്ങിൽ ബിസിനസ്സിനൊരു അനിശ്ചിത ഒരുപാട് കാലഘട്ടമുണ്ട്. ബിസിനസ്സിന് ഒരുപാട് കാലത്തേക്കുള്ള ഒരു സംഭവമായിട്ടാണ്, പ്രസ്ഥാനമായിട്ടാണ് അക്കൗണ്ടിങ്ങിൽ ബിസിനസ്സിനെ കാണുന്നത്. ഇൻഡിഫിനിറ്റ് ലൈഫ്, ഒരുപാട് കാലയളവുണ്ട് അക്കൗണ്ടിങ്ങിൽ ബിസിനസ്സിന്. അത് ഏത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ടതാണ്? ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, ഫോളോ സെയിം അക്കൗണ്ടിങ് പ്രാക്ടീസ് ഇയർ ആഫ്റ്റർ ഇയർ. എല്ലാ കൊല്ലവും അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്ന മെത്തേഡുകൾ ഒന്നായിരിക്കണം. മെത്തേഡുകൾ മാറ്റി മാറ്റി ഉപയോഗിക്കാൻ പാടില്ല. അതുമായി ബന്ധപ്പെട്ട് വരുന്ന അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഏതാണ്? കൺസിസ്റ്റൻസി എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? സ്റ്റോക്ക് ഈസ് വാല്യൂഡ് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ്. സ്റ്റോക്കിൻ്റെ മൂല്യം നമ്മൾ നിർണ്ണയിക്കുന്നത് കോസ്റ്റ് പ്രൈസോ അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസോ, ഇതിലേറ്റവും കുറവ് ഏതാണോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സ്റ്റോക്കിൻ്റെ മൂല്യം നിർണ്ണയിക്കുക. അതുമായി ബന്ധപ്പെട്ട് വരുന്ന അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഏതാണ്? കൺസർവേറ്റിസം കൺസെപ്റ്റാണ് ആ സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന അക്കൗണ്ടിങ് കൺസെപ്റ്റ്. അടുത്തത്, കമ്പയർ എക്സ്പെൻസ് വിത്ത് റവന്യൂ ഓഫ് ആൻ അക്കൗണ്ടിങ് പീരിയഡ്. ഒരു സാമ്പത്തിക വർഷത്തിലെ എക്സ്പെൻസും റവന്യൂവും, ചെലവും വരുമാനവും തമ്മിൽ കമ്പയർ ചെയ്യുക, താരതമ്യം ചെയ്യുക, മാച്ച് ചെയ്യുക. അത് ഏത് കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്? മാച്ചിങ് കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് വരുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടത് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റും രണ്ടാമത്തത് മണി മെഷർമെൻറ്റ് കൺസെപ്റ്റും മൂന്നാമത്തത് ഗോയിങ് കൺസേൺ കൺസെപ്റ്റും നാലാമത്തത് കൺസിസ്റ്റൻസി കൺസെപ്റ്റും അഞ്ചാമത്തത് കൺസർവേറ്റീവ് കൺസെപ്റ്റും ആറാമത്തത് മാച്ചിങ് കൺസെപ്റ്റുമാണ്. അപ്പോൾ ഇത്ര എഴുതിയാൽ ഈ ക്വസ്റ്റ്യൻ പ്രകാരമുള്ള 3 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അടുത്ത ക്വസ്റ്റ്യന് 2015 മാർച്ച് പബ്ലിക് എക്സാമിനേഷന് 5 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. എവറി ട്രാൻസാക്ഷൻ ഹാസ് 2 ആസ്പെക്ട് വിച്ച് വിൽ ബി റെക്കോർഡഡ് ഇൻ ദി ബുക്ക് ഓഫ് അക്കൗണ്ട്സ്. അക്കൗണ്ടിങ്ങിലെ കണക്ക് പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്ന എല്ലാ സാമ്പത്തിക ഇടപാടുകൾക്കും 2 ആസ്പെക്റ്റ് ആണുള്ളത്, 2 തലങ്ങളാണുള്ളത്. ഓപ്ഷൻ എ, ഐഡൻറ്റിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ ദി അക്കൗണ്ടിങ് കോൺസെപ്റ്റ് റെഫേർഡ് ടു എബോവ് ബൈ ഗിവിംഗ് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. ഈ മുകളിലെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് വരുന്ന അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ഏതാണ്? അതിനൊരു ഉദാഹരണ സഹിതം എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു എല്ലാ സാമ്പത്തിക ഇടപാടുകൾക്കും 2 തലങ്ങളുണ്ട്. ഡെബിറ്റ് ആസ്പെക്റ്റ്, ക്രെഡിറ്റ് ആസ്പെക്റ്റ്. ഗിവിങ് ആസ്പെക്റ്റ് ഉണ്ട്, റിസീവിങ് ആസ്പെക്റ്റ് ഉണ്ട്. റിസീവിങ് ആസ്പെക്റ്റിനെ കിട്ടുന്നതിനെ നമ്മൾ ഡെബിറ്റ് എന്നാണ് പറയുക, ഗിവിങ് ആസ്പെക്റ്റിനെ നമ്മൾ കൊടുക്കുന്നതിനെ ക്രെഡിറ്റ് എന്ന് പറയും. ഇത് പറയുന്നത് ഏത് അക്കൗണ്ടിങ് കോൺസെപ്റ്റിലാണ്? ഡ്യുവാലിറ്റി കൺസെപ്റ്റ് അഥവാ ഡ്യുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റിലാണ് എല്ലാ ബിസിനസ് ഇടപാടുകൾക്കും 2 തലങ്ങളുണ്ട് എന്നതിനെ പറ്റി പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ എയുടെ ഉത്തരമായി ഡ്യുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ് എന്നെഴുതുക. അതുപോലെ തന്നെ അതിനൊരു ഉദാഹരണം എഴുതുക. 2 ഉദാഹരണം, പർച്ചേസ്ഡ് ഗുഡ്സ് വെർത്ത് ₹2000. 2000 രൂപയ്ക്ക് നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്തു. ഈ ഇടപാടിലെ 2 ആസ്പെക്റ്റുകൾ ഏതൊക്കെയാണ്? റിസീവിങ് ആസ്പെക്റ്റും ഗിവിങ് ആസ്പെക്റ്റും ഏതാണ്? ഡെബിറ്റ് ഏതാണ്, ക്രെഡിറ്റ് ഏതാണ്? റിസീവിങ് ആസ്പെക്റ്റ് കിട്ടുന്നത് പർച്ചേസ് ആണ്, അപ്പോൾ ഡെബിറ്റ് പർച്ചേസ് ആണ്. ഗിവിങ് ആസ്പെക്റ്റ് എന്താണ്? ക്യാഷ് ആണ്, കൊടുക്കുന്നത് ക്യാഷ് ആണ്. അപ്പോൾ ഡെബിറ്റ് പർച്ചേസും ക്രെഡിറ്റ് ക്യാഷും ആണ്. പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റ് 2000 ടു ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ് അക്കൗണ്ട് 2000. അതാണ് ഓപ്ഷൻ എയുടെ ഉത്തരം. ഓപ്ഷൻ ബി, നരേറ്റ് എ ട്രാൻസാക്ഷൻ വിച്ച് വിൽ എഫക്റ്റ് ഓൺലി ഇൻ ദി അസറ്റ് സൈഡ് ഓഫ് ആൻ അക്കൗണ്ടിങ് ഇക്വേഷൻ. അക്കൗണ്ടിങ് ഇക്വേഷനിൽ അസറ്റുകളെ മാത്രം സ്വാധീനിക്കുന്ന ഒരിടപാട് നടക്കുമ്പോൾ ആ ഇടപാടിൽ അസറ്റിനെ മാത്രം സ്വാധീനിക്കുന്ന ഒരു അക്കൗണ്ടിങ് ട്രാൻസാക്ഷന്, ഒരു ബിസിനസ് ട്രാൻസാക്ഷന് ഉദാഹരണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ ബിയുടെ ഉത്തരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് എഴുതി വയ്ക്കാം. ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് വെർത്ത് ₹5000. ബാങ്കിലേക്ക് നമ്മൾ 5000 രൂപ നിക്ഷേപിച്ചു. ഇത് അസറ്റുമായി മാത്രം ബന്ധപ്പെട്ട് വരുന്ന ഒരു ട്രാൻസാക്ഷൻ ഉദാഹരണമാണ്. ബാങ്കിലേക്ക് 5000 രൂപ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ട്രാൻസാക്ഷനിലെ റിസീവിങ് ആസ്പെക്റ്റ് ഏതാണ്, ഗിവിങ് ആസ്പെക്റ്റ് ഏതാണ്, ഡെബിറ്റ് ഏതാണ്, ക്രെഡിറ്റ് ഏതാണ്? റിസീവിങ് ആസ്പെക്റ്റ്, ബാങ്കിലേക്ക് 5000 രൂപ നിക്ഷേപിക്കുമ്പോൾ ബാങ്കാണ് റിസീവ് ചെയ്യുന്നത്, അപ്പോൾ ഡെബിറ്റ് ബാങ്കാണ്. ക്രെഡിറ്റ് ഏതാണ്? ക്യാഷ് ആണ്.
കൊടുക്കുന്നത് ക്യാഷാണ്. അതുകൊണ്ട് ഗിവിങ് ആസ്പെക്റ്റ് ക്യാഷാണ്, ക്രെഡിറ്റ് ക്യാഷാണ്. അപ്പോൾ ഇതിൽ ബാങ്കും ക്യാഷും ഒരു അസറ്റാണ്. അപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അത് നമ്മൾ അക്കൗണ്ടിങ് ഇക്വേഷനിലെ ക്യാഷ് എന്ന് പറയുന്ന അസറ്റിനെയും ബാങ്ക് എന്ന് പറയുന്ന അസറ്റിനെയും മാത്രമേ എഫക്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഓപ്ഷൻ ബിയുടെ ഉത്തരമായിട്ട് നമുക്കത് വേണമെങ്കിൽ എഴുതി വെക്കാം. അപ്പോൾ ഇത്ര എഴുതി വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ പ്രകാരമുള്ള 5 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അടുത്ത ക്വസ്റ്റ്യന് 2016 മാർച്ച് പബ്ലിക് എക്സാമിനേഷന് 3 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. രജനേഷ് ഈസ് എ മാനേജർ വിത്ത് എ ഗ്രേറ്റ് എക്സ്പെർട്ടേഴ്സ് ഇൻ ദ മാനേജ്മെൻറ്റ് ആൻഡ് ലീഡിങ് ഹിസ് ഫേം വെരി വെൽ. രജനേഷ് എന്ന് പറയുന്ന മാനേജർക്ക് നല്ല കഴിവുള്ള, നല്ല എക്സ്പേർട്ടായിട്ടുള്ള ഒരു മാനേജറാണ്. അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ബട്ട് ഹീസ് എക്സ്പെർട്ടൈസ് ഡസ് നോട്ട് ഫൈൻഡ് എ പ്ലേസ് ഇൻ ദി അക്കൗണ്ടിങ് റെക്കോർഡ്സ് ഓഫ് ദ ഫേം. ഇങ്ങനെ രജനേഷ് എന്ന് പറയുന്ന മാനേജറുടെ കഴിവ്, എക്സ്പേർട്ടിസം അക്കൗണ്ടിങ്ങിൽ രേഖപ്പെടുത്തുന്നില്ല. ഓപ്ഷൻ എ, ഈസ് ഇറ്റ് ഈസ് ജെനുവിൻ അക്കോർഡിംഗ് ടു ദ റൂൾസ് ഓഫ് അക്കൗണ്ടിങ്. ഇങ്ങനെ രജനേഷ് എന്ന് പറയുന്ന മാനേജറുടെ കഴിവ് അക്കൗണ്ടിങ്ങിൽ രേഖപ്പെടുത്താതിരിക്കുന്നത് ജെനുവിനാണോ, സാധാരണയാണോ? ജെനുവിനാണ്, അത് അക്കൗണ്ടിങ്ങിൽ രേഖപ്പെടുത്തില്ല. അപ്പോൾ ജെനുവിനാണെന്നാണ് ഓപ്ഷൻ എയുടെ ഉത്തരം എഴുതേണ്ടത്. ഓപ്ഷൻ ബി, സ്റ്റേറ്റ് യുവർ ആൻസർ വിത്ത് റീസൺ. എന്തുകൊണ്ടാണ് രജനേഷ് എന്ന് പറയുന്ന മാനേജറുടെ എക്സ്പേർട്ടിസം, കഴിവ് അക്കൗണ്ടിങ്ങിൽ രേഖപ്പെടുത്താതിരുന്നത്? അതിൻ്റെ കാരണം എന്താണ്? കാരണം രജനേഷ് എന്ന് പറയുന്ന മാനേജറുടെ കഴിവ് അത് നമുക്ക് പണത്തിൻ്റെ രൂപത്തിൽ പ്രകടിപ്പിക്കാൻ കഴിയില്ല. പണത്തിൻ്റെ മൂല്യത്തിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന വിവരങ്ങൾ, ട്രാൻസാക്ഷൻ മാത്രമേ അക്കൗണ്ടിങ്ങിൽ രേഖപ്പെടുത്തുന്നുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് പണത്തിൻ്റെ മൂല്യത്തിൽ രേഖപ്പെടുത്താൻ കഴിയാത്തതുകൊണ്ട് ഇത് രേഖപ്പെടുത്തില്ല. മണി മെഷർമെൻറ്റ് കൺസെപ്റ്റിൽ അത് പറയുന്നുണ്ട്. മണി മെഷർമെൻറ്റ് കൺസെപ്റ്റിൽ പറയുന്നുണ്ട്, റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ഹാവിങ് മണി ഓർ മണീസ് വർത്ത്. പണമോ അല്ലെങ്കിൽ പണത്തിൻ്റെ മൂല്യമുള്ള ഇടപാടുകൾ മാത്രമേ അക്കൗണ്ടിങ്ങിൽ രേഖപ്പെടുത്തുന്നുള്ളൂ. അപ്പോൾ ഇത് പണത്തിൻ്റെ മൂല്യത്തിൽ വരാത്തൊരു ഇടപാടായതുകൊണ്ടാണ്, ഇവൻ്റ് ആയതുകൊണ്ടാണ് ഇത് കണക്ക് പുസ്തകത്തിൽ രേഖപ്പെടുത്താത്തത്. ഇത്ര എഴുതിയാൽ ഈ ക്വസ്റ്റ്യൻ പ്രകാരമുള്ള 3 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അടുത്ത ക്വസ്റ്റ്യന് 2017 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷന് 3 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഐഡൻറ്റിഫൈ ദി അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് അപ്ലൈഡ് ഇൻ ദി ഫോളോയിങ് കേസസ് ആൻഡ് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ കൺസേൺഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ. താഴെ കുറച്ച് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്, കുറച്ച് കേസുകൾ കൊടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വരുന്ന അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ ഏതൊക്കെയാണ്, ആ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിളുകളെ പറ്റിയിട്ട്, അക്കൗണ്ടിംഗ് തത്വങ്ങളെ പറ്റിയിട്ട് ചെറുതായ രീതിയിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ എ, അസറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലാബിലിറ്റി. ഒരു ബിസിനസ്സിൻ്റെ അസറ്റ് ക്യാപിറ്റലിനും ലാബിലിറ്റിക്കും തുല്യമാണ്. അതുമായി ബന്ധപ്പെട്ട് വരുന്ന അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ ഏതാണ്? ഡ്യുവാലിറ്റി കൺസെപ്റ്റ് അഥവാ ഡ്യുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ്. ഡ്യുവാലിറ്റി കൺസെപ്റ്റ് അഥവാ ഡ്യുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റിലാണ് നമ്മൾ ഈ അസറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലാബിലിറ്റിയെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ എയുടെ ഉത്തരം ഡ്യുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റാണ്. ഓപ്ഷൻ ബി, ക്യാപിറ്റൽ ഈസ് റിഗാർഡഡ് ആസ് ലാബിലിറ്റി. ബിസിനസ് ക്യാപിറ്റലിനെ ഒരു ലാബിലിറ്റി ആയിട്ടാണ് കാണുന്നത്. അത് ഏത് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ടതാണ്? ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റുമായി ബന്ധപ്പെട്ടതാണ്. ഓപ്ഷൻ സി, സ്റ്റോക്ക് ഈസ് വാല്യൂഡ് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ്. നമ്മൾ സ്റ്റോക്കിൻ്റെ മൂല്യം നിർണ്ണയിക്കുന്നത് മാർക്കറ്റ് പ്രൈസോ അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസോ, ഇതിലേറ്റവും കുറവ് ഏതാണോ ആ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ സ്റ്റോക്കിൻ്റെ മൂല്യം നിർണ്ണയിക്കുക. അപ്പോൾ അത് ഏത് കൺസെപ്റ്റുമായി ബന്ധപ്പെട്ടതാണ്? കൺസർവേറ്റിസം കൺസെപ്റ്റുമായി ബന്ധപ്പെട്ടതാണ്. ഓപ്ഷൻ എയുടെ ഉത്തരം ഏതാണ്? ഡ്യുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ്. ഓപ്ഷൻ ബിയുടെ ഉത്തരം ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. ഓപ്ഷൻ സിയുടെ ഉത്തരം എന്താണ്? കൺസർവേറ്റിസം കൺസെപ്റ്റ്. ഈ 3 കൺസെപ്റ്റുകളുടെ പേരെഴുതി വെച്ചാൽ മാത്രം പോരാ, ആ 3 കൺസെപ്റ്റിനെ പറ്റിയും ചെറുതായ രീതിയിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ ഈ ക്വസ്റ്റ്യൻ പ്രകാരമുള്ള 3 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അടുത്ത ക്വസ്റ്റ്യന് 2018 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷന് 1 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ആസ് പെർ ദി ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് ഓണർ ഓഫ് ദ ബിസിനസ് ഈസ് ഡാഷ്. ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് പ്രകാരം ബിസിനസ്സിൻ്റെ ഓണറെ എന്തായിട്ടാണ് കാണുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ, സപ്ലയർ. ഓപ്ഷൻ ബി, ക്രെഡിറ്റർ. ഓപ്ഷൻ സി, ഡെപ്റ്റർ. ഓപ്ഷൻ ഡി, ബോറോവർ. ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് പ്രകാരം ബിസിനസ്സിൻ്റെ ഓണറെ, പ്രൊപ്പറേറ്ററെ, ബിസിനസ്സിൻ്റെ ഉടമസ്ഥനെ ഒരു ക്രെഡിറ്ററായിട്ടാണ് കാണുന്നത്. ബിസിനസ്സുകാരൻ, ബിസിനസ്സിൻ്റെ ഓണർ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന പണം ബിസിനസ് തിരിച്ചു കൊടുക്കാനായിട്ടുള്ള ഒന്നായിട്ടാണ് കാണുന്നത്. ബിസിനസ്സിൻ്റെ ഓണർക്ക് തിരിച്ചു കൊടുക്കാനായിട്ടുള്ള ഒന്നായിട്ടാണ് ബിസിനസ് ക്യാപിറ്റലിനെ കാണുന്നത്. അതുകൊണ്ട് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി, ക്രെഡിറ്ററാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. കാരണം ബിസിനസ്സിൻ്റെ ഓണർക്ക് ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കാനുള്ളതാണ്. ബിസിനസ് പൈസ തിരിച്ചു കൊടുക്കാനുള്ളവരെ
ക്രെഡിറ്റർ എന്നാണ് പറയുക, ബിസിനസ്സിൻ്റെ ക്രെഡിറ്റർ എന്നാണ് പറയുക. അതുകൊണ്ട് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി, ക്രെഡിറ്റർ ആണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചത്. അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.